അതിഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ശ്രദ്ധേയനായ വിഖ്യാത ആർട്ടിസ്റ്റ് പ്രിയപ്പെട്ട ദത്തൻ സാറാണ്. ദത്തൻ സാറിനെ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രിയപ്പെട്ട ദത്തൻ സാറിനെയും സ്വാഗതം ചെയ്യും. സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളല്ലേ ഉള്ളു. പുതിയ രാഷ്ട്രീയം, പുതിയ ഒരു രാഷ്ട്രീയം പോകുന്നു, പുതിയ രാഷ്ട്രീയം വരുന്നു. നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. പിന്നെ അത് എങ്ങനെ ഏത് രീതിയിൽ പോകുന്നൊന്നും നമുക്ക് അറിയത്തില്ല. നല്ലതായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതാ, പ്രതീക്ഷനാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷ നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സാറേ, സാഹിതി പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് അതിഥി എന്നുള്ള നമ്മുടെ ഈ പ്രോഗ്രാം. അപ്പം സാറിന്റെ ഇത്രയും നാളത്തെ സാഹിത്യ സബരിയ ജീവിതത്തിന് എല്ലാവിധമായ മംഗളങ്ങളും നേരുന്നതിനും സാറുമായി സംസാരിക്കുന്നതിനുമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയ ഉപഹാരം സാറിന് തന്നുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സ്നേഹപൂർവ്വം. ഭഗവത്ഗീത സാർ, ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും തരാനില്ല, കിട്ടാനില്ല. സാർ, ഈ സാറിൻ്റെ പുതിയ പെയിന്റിങ് എക്സിബിഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പുതിയ പ്രോജക്റ്റുകൾ എന്താണ് ഉള്ളത്? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 34 എൻ്റെ ചിത്ര പ്രദർശനങ്ങൾ തിരുവനന്തപുരത്ത് മാത്രം. ഇപ്പം എറണാകുളത്തോ ഡൽഹിയിലോ ബോംബെയിലോ നടക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം പറയുന്നു. തിരുവനന്തപുരത്ത് മാത്രം 34 എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. അത് സത്യത്തിൽ അതുപോലെ അതിൻ്റെ പകുതി പോലെ ആരും നടത്തിയതായിട്ട് എനിക്കറിയത്തില്ല. എന്ന് മാത്രമല്ല, പുതുമയോട് കൂടിയിട്ട് പുതിയ പുതിയ ചിത്രങ്ങളും പുതിയ പുതിയ മീഡിയങ്ങളും പുതിയ പുതിയ ആശയങ്ങളുമാണ് ഓരോ പ്രാവശ്യവും ഞാൻ പ്രദർശനത്തിനായിട്ട് വെക്കുക. ഞാൻ കലി വരച്ചു. അതെല്ലാം ബ്ലാക്ക് ആയിരുന്നു. അത് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വരച്ചതിൽ ഏറ്റവും ശക്തിയുള്ള എന്ന് ചോദിച്ചാൽ കലി. അത്രമാത്രം ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയും അന്ന് പ്രഗത്ഭരായിട്ടുള്ള എല്ലാ വ്യക്തികളും, അയ്യോപ്പണിക്കർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, എം ടി വാസുദേവൻ നായർ, അബു അബ്രഹാം, ഇവരെല്ലാവരുടെയും അഭിപ്രായങ്ങളുമായിട്ട് ശേഖരിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചു. കലാകൗമുദിയിൽ 10-25 ആഴ്ചകൾ ഈ ചിത്രവും അവരുടെ അഭിപ്രായമായിട്ട്. അത് ആ കാലത്ത് കലാകൗമുദി കത്തി നിൽക്കുന്ന കാലം. അന്ന് ഭയങ്കരമായിട്ടുള്ള പബ്ലിസിറ്റിയൊക്കെ കിട്ടുകയും ചെയ്ത് ഇപ്പോഴും പറയുന്നത് കലി വരച്ച ദത്തനല്ലേ ഇത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ഈ കലിയുടെ ഒരു ആശയം എന്തായിരുന്നു സാർ? അതായത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കലിയുഗത്തിലെ കലിയാണ് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഒരിക്കലും അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വളരെ ലളിതമായിട്ടൊരു കഥ പറഞ്ഞു. സൃഷ്ടാവ് സൃഷ്ടി ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ കിങ്കരന്മാർ വന്ന് ചോദിച്ചു, എങ്ങനെയാണ്, അങ്ങ് പറഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് നമ്മൾ മനുഷ്യരെ സൃഷ്ടിക്കേണ്ടത്? അപ്പം കുറേ നേരം ആലോചിച്ചോണ്ടെന്ന് പറഞ്ഞു, തൊട്ട് മുമ്പ് നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത്? അവൻ പിശാചിനെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, പിശാചിൻ്റെ കൂടെ ഒരു അസൂയ കൂടെ വെച്ചു കൊടുക്കും. അവൻ പിശാച് പ്ലസ് അസൂയ സമം മനുഷ്യൻ എന്നുള്ള ഒരു തെളിവ്. അപ്പം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സൃഷ്ടാവിന് തോന്നി, ഇങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ ഈ പ്രപഞ്ചത്തിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ഭീകരാവസ്ഥയല്ലേ? അപ്പോൾ ഉടൻ തന്നെ സൃഷ്ടാവ് പറഞ്ഞു, അതിൻ്റെ കൂടെ ആർദ്രത എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യന്റെ മനസ്സിൽ, അപ്പോൾ അത് സത്യം, ധർമ്മം, നീതി, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളിലൂടെ മനുഷ്യ സഹജമായിട്ടുള്ള വികാരെല്ലാം കൂടി വരുന്ന ഒരു സൃഷ്ടിയായിട്ട് തീരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കലിയുഗത്തിൽ ഇതെല്ലാം പിൻവലിക്കും. ഈ ആർദ്രതയുണ്ടല്ലോ, ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഇത് നമ്മളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ
പിശാശ് ആ. പ്ലസ് അസൂയ സമം സമ മനുഷ്യൻ മനുഷ്യൻ. ആകായി തീരും എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ചുറ്റും ഇന്ന് ഞാൻ കാണുന്ന ലോകം, ഈ ഉരുണ്ട ഗോളത്തിൽ കാണുന്ന എല്ലാം ദേ ഈ പുതിയ കാലഘട്ടം, പുതിയ അനുഭവങ്ങൾ, ഈ ആർദ്രത നഷ്ടപ്പെട്ട മനുഷ്യൻ്റെതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കലി വരയ്ക്കാൻ ആരംഭിച്ചത്. അങ്ങനെയാണ് ആ കലി. അപ്പൊ കുറച്ചൊക്കെ മനസ്സിലാവുക. അതെ അതെ. അതിന് ഒരുപാട് ഒരു 10-60 സ്കെച്ചുകൾ ചെയ്യുക, അതിനെ വെട്ടിക്കളയുക, കൂട്ടിച്ചേർക്കുക, അങ്ങനെ ശരിക്കും നല്ല പൂർണ്ണമായിട്ടുള്ള ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു രൂപം അല്ലെങ്കിൽ കോമ്പോസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനിത് പേപ്പറിലേക്ക്, അത് പെന്നാൻറ്റിങ് ആണ്, പേപ്പറിലാണ് വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ വരച്ചിട്ട് പിന്നെ ആയിട്ട് ചൊട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര, അത് ഒരു മാസം വരെയൊക്കെ ഒരു ചിത്രത്തിന് വേണ്ടി അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാസം കൊണ്ട് ചിത്രം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം വളരെ ഒരാഴ്ച 12 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസത്തിനകം വരച്ച് തീർക്കുന്ന ചിത്രങ്ങളായിരുന്നു എൻ്റെ മൊത്തത്തിൽ പിന്നീട് വന്നത്. അപ്പം അത് കഴിഞ്ഞ ഉടനെ വീണ്ടും എനിക്ക് തോന്നിയത് ഈ ചാർക്കോൾ, ഇതിനോട് സമാന്തരമായിട്ട് കുറേ മുഖങ്ങൾ, വളരെ എന്ന് വെച്ചാൽ വേദനയുടെയും ഒരു ഇതെന്താ പറയുന്ന, അങ്ങനെ വല്ലാത്ത ഉണങ്ങി വരണ്ട മനുഷ്യ മുഖങ്ങൾ. ഈ മുഖങ്ങളെ സാറിന് എവിടെ നിന്ന് കിട്ടി? ഈ യാത്രയിൽ നിന്ന് കിട്ടിയല്ല, ഈ കരിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുത്ത വേറൊന്നാണ് ഈ മുഖങ്ങൾ. അതും കലിയെപ്പോലെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ഹോണ്ട് ചെയ്യുന്ന ചിത്രങ്ങളായിരുന്നു. അങ്ങനെ ഈ എല്ലാ കുറേ കാലം കൊണ്ട് ഇങ്ങനെ കറുപ്പിൽ കിടന്നപ്പോഴത്തേക്കാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞത്, ഇനി എന്തായിരുന്നാലും ഇനി ഇത് ദുഃഖം പറ്റൂല, അല്ല ഇത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല, എൻ്റെ മനസ്സും പോവും, എൻ്റെ തലച്ചോറും പോവും, ഞാൻ വേറൊരു മനുഷ്യനായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ആണ് ബൊട്ടാണിക്കൽ ഫാന്റസി ഇപ്പോഴത്തെ വെച്ചാൽ അന്ന് ഞാൻ ചെയ്തതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ്. ഇവ പുതിയ ചിത്രങ്ങളാണ്, പക്ഷെ എന്നാലും അന്ന് ഞാൻ തുടങ്ങി ബൊട്ടാണിക്കൽ ഫാന്റസി വേറെയും നടത്തിയിട്ടുണ്ട്. അന്ന് വളരെ ഇവിടെ തിരുവനന്തപുരം, എറണാകുളത്താണ് ഇത് ഇതായിട്ട് നടത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും. പക്ഷേ അതിനിപ്പോൾ കുറേ കൂടി ചിത്രങ്ങൾ ഇപ്പം ചെയ്തിട്ടാണ് ഇപ്പം ബൊട്ടാണിക്കൽ ഫാന്റസി നടത്തുന്നത്. പിന്നെ പരിണാമം എന്ന് പറയുന്ന കുറേ, ഏകദേശം 10-800-700 ചിത്രങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസ്ഥ, ഈ കാലഘട്ടത്തിൽ പ്രകൃതിക്കുണ്ടാകുന്നതും മനുഷ്യനും പ്രകൃതിയായാലും അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുതരം അസ്വസ്ഥമായിട്ടുള്ള ഒരു ലോകം, അതാണ് ഈ അവസ്ഥയെക്കുറിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് പരമ്പരകൾ ഇത്രയും കാലത്തിനിടയ്ക്ക് വന്നു. പക്ഷെ ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഈ അവസ്ഥ ഞാൻ വീണ്ടും ഒന്നുകൂടി തിരിച്ചു വരുന്നു. ബൊട്ടാണിക്കൽ ഫാന്റസി ഞാൻ ഒന്നുകൂടി തിരിച്ചു വരുന്നു. ആ പഴയ ചിത്രങ്ങളെല്ലാം മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള പുതിയ ഒരു രീതിയിലേക്ക് വരുന്നു. അതിൽ ആദ്യമായിട്ട് ഞാനിപ്പോൾ 35ാമത്തെ എക്സിബിഷനായിട്ട് നടത്തുന്നത് ബൊട്ടാണിക്കൽ ഫാന്റസി ആഗസ്റ്റ് 14-ാം തീയതി. സാറിന്റെ പോർട്രേറ്റുകൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ വയലാർ അവാർഡ് ജേതാക്കളായിട്ടുള്ള 99% ആളുകളെയും പോർട്രേറ്റ് വരച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ പോർട്രേറ്റിലേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു മാറ്റം ഉണ്ടായതാണോ, അതോ അതിന്റെ ഒരു എനിക്ക് പോർട്രേറ്റ് നല്ലവണ്ണം ഇപ്പൊ ഈ മുഖങ്ങൾ എന്ന് പറയുന്ന അസ്വസ്ഥമായിട്ടുള്ള ഭീകരമായിട്ടുള്ള നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ആ മുഖങ്ങൾ വരയ്ക്കുന്ന ഞാൻ തന്നെയാണ്. അതേപോലെയുള്ള മനോഹരമായിട്ടുള്ള പോർട്രേറ്റ് എനിക്ക് ചെയ്യാൻ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോ ഈ അങ്ങനെ ഞാൻ പലതും കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് വിക്രം ചേട്ടൻ കണ്ടിട്ടുണ്ട്, അന്നത്തെ വയലാർ പ്രസിഡന്റ്. പിന്നെ അതിൻ്റെ അന്ന് പ്രസിഡന്റ് ആയിരുന്ന സാനു മാസ്റ്റർക്ക് അറിയാം ഞാൻ നല്ലോണം പോർട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദത്തൻ, നമുക്ക് വയലാർ ഒരു സ്മാരകം വരുന്നുണ്ട്, അതിൽ ഈ അവാർഡ് കിട്ടിയ എല്ലാവരുടെയും ഒരേ സൈസിലുള്ള കുറേ പോർട്രേറ്റുകൾ നമുക്ക് വെക്കണം. ഏകദേശം അന്ന് 38 ഉണ്ടായിരുന്നു, ഇപ്പം 42 പേരുടെ പോർട്രേറ്റ് വരച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അത് പലരെയും കൊണ്ട് നമുക്ക് വരപ്പിക്കാം, ഞാൻ തന്നെ. അവൻ പറഞ്ഞില്ല, നോ, ദത്തൻ്റെ ഒത്തം തന്നെ, എന്ന് വെച്ചാൽ ഒരാളുടെ കയ്യൊപ്പായിരിക്കണം അത്. അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട്. അപ്പം ഞാൻ പലപ്പോഴും അതിൽ നിന്ന് ഒന്ന് കാരണം ഈ പോർട്രേറ്റ് വരയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് നമ്മൾ മറ്റത് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ അത്ര സന്തോഷം തരുന്നതോ ഒന്നുമില്ല, എൻ്റെ അതുപോലെ ഒരു പകർപ്പ് എന്നുള്ളത്. പക്ഷെ എന്നാലും അത് വൃത്തിയായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്കൊരു നല്ല ഉറപ്പുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം വിക്രം ചേട്ടൻ പറഞ്ഞു, ദത്ത, സാനു മാഷ് എന്നോട് പറഞ്ഞു, ദത്തം ചെയ്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് നമ്മൾ ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട്
9 മാസം കൊണ്ട് 38 പോർട്രേറ്റുകൾ ഞാൻ വരച്ചു. ആ 9 മാസം എടുത്തത്. അപ്പോൾ ഇത് ഓയിൽ പെയിന്റ് ആയതുകൊണ്ട് ഒരു 3 ആളിനെ സ്കെച്ച് ചെയ്ത് വരച്ച് തേച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കും. വീണ്ടും കുറേ എടുക്കും. അപ്പം ഉണങ്ങുമ്പോഴത്തേക്ക് വീണ്ടും മറ്റേതാവും. മറ്റേതെടുത്തു. അങ്ങനെ 9-10 മാസം കൊണ്ട് ഞാൻ ഈ പോർട്രേറ്റുകൾ വരച്ചു. എന്നിട്ട് VJT ഹാളിൽ ഇതിനു വേണ്ടി മാത്രം പ്രദർശനം വെച്ചു. ഇത് പ്രദർശനം എന്ന് വെച്ചാൽ ആ VJT ഹാൾ മൊത്തം അതിൻ്റെ ഇത് നമുക്ക് വെക്കാവുന്ന ബോർഡുകളും അതും ഇതൊക്കെ ആ സംവിധാനം ചെയ്ത് ഒരുപാട് കാശൊക്കെ ചിലവാക്കിയാണ് അത് നടന്നത്. പക്ഷേ ഭയങ്കരമായ പബ്ലിസിറ്റിയും ഇതൊക്കെ കിട്ടി എല്ലാവർക്കും. അതിൽ രണ്ട് കാര്യങ്ങൾ എന്നെ ഇപ്പോഴും ഓർമ്മപ്പെടുത്തിയത്, ഈ പോർട്രേറ്റുകളൊക്കെ കണ്ട ആദ്യത്തെ ദിവസം തന്നെ സുഗതകുമാരി വന്ന് ഒരുപാട് ആൾക്കാരൊക്കെ നിൽക്കുകയാണ്. അവർ ഞാനുമായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ, അവരെൻ്റെ സഹോദരനെ പോലെയാണ്. 52 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ചു. യോ ഇതെന്താ ഇത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ONV കുറിപ്പിന് അന്ന് കാലിൻ്റെ അസുഖമായിട്ടൊക്കെ വീട്ടിലിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ട്, സാറൊന്ന് കാണേണ്ടത് വളരെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പം കാലിന് സുഖമില്ല, ഞാൻ നടക്കാനും ബുദ്ധിമുട്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് VJT ഹാളിൽ നിന്നിട്ട് ഞാൻ ഇപ്പോഴത്തെ അരുണ പോയി 1-2 പേരോട് കാപ്പി കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കാണ് ONVയെ കൈയും പിടിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു വേറൊരാൾ സഹായത്തോടു കൂടി. ഉടനെ ഞാൻ അന്തം വിട്ട്. അവൻ പറഞ്ഞു, ഞാനിതെല്ലാം ഒരു റൗണ്ട് കറങ്ങി തെത്താ, ആ കൈ ഇങ്ങിതാ എന്നാണ് എൻ്റെ പറഞ്ഞത്. അപ്പൊ എൻ്റെ 2 കൈയും പിടിച്ച് അദ്ദേഹത്തിന്റെ കൈമേൽ വെച്ചും കൊണ്ട് ഈ കൈ കൊണ്ടല്ലേ ദത്താ ഈ പോർട്രേറ്റ് ഒക്കെ വരച്ചത്, ഈ വിരലുകൾ സത്യത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെ കയ്യിലാണ് എൻ്റെ കൈ വെച്ചിരിക്കുന്നത് എനിക്ക് നല്ലവണ്ണം അറിയാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രമാത്രം അവരെയൊക്കെ സ്വാധീനിക്കുകയും അത്രമാത്രം അവർക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. കാരണം സുഗതകുമാരിയുടെ പോർട്രേറ്റ് ഉണ്ട്, ONVയുടെ പോർട്രേറ്റ് ഉണ്ട്, അങ്ങനെ 38 പേരുടെ പോർട്രേറ്റ് ഉണ്ട്. അതിലേറ്റവും മനോഹരമായിട്ടുള്ള 1-2 ഇപ്പം മാധവിക്കുട്ടിയുടെ പോർട്രേറ്റ്, തകഴിയുടെയൊക്കെ 1ാം ക്ലാസ്, അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ലീലാവതി ടീച്ചർ നമ്മള് ഈ പ്രിയദർശിനി അവാർഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ യാദൃശ്യമായിട്ട് അത് സംഭവം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ അത് ബെന്നിയോടത് പറയുമ്പോഴത്തേക്ക്, കാരണം ബെന്നിയാണ് അത് കേൾക്കേണ്ടതാണ്. അപ്പൊ ബെന്നിയാണ് എന്നെ വന്നിട്ട് നമുക്കൊരു പുസ്തകം പ്രിയദർശിനിയുടെ പേരിൽ ഇറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഭാഷായിട്ടൊരു ഒരു പുസ്തകം ഇറക്കിയല്ലോ, അപ്പൊ പിന്നെ അതിന് ഇനിയിപ്പം കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പം ബെന്നി പറഞ്ഞ്, അതിലില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കുറെ കൂടി എന്തെങ്കിലും കൂടെ ചേർത്തിട്ട് എന്തായിരുന്നാലും നമുക്കൊരു പുസ്തകം ഇറക്കണം. ശരിക്കും പറഞ്ഞ എന്റേതായിരുന്നില്ല, നമ്മുടെ ഇപ്പോഴത്തെ MLA പഴകുളം അതാണ് സത്യത്തിൽ. നിങ്ങൾ രണ്ടുപേരും അതിന്റെ ചുമതല ഏറ്റതിന് ശേഷമാണ് ഇത്രയും അദ്ദേഹത്തിന്റെ താല്പര്യമായിരുന്നു ഇങ്ങനെ സാറിന്റെ ഒരു കയ്യൊപ്പുള്ള ഒരു സാധനം ചെയ്യണം എന്നുള്ള. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷനിലായിരിക്കണം അത് അതിലേക്ക് വന്നത്. അങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഒന്ന് ബെന്നിയോടൊന്ന് ചോദിച്ച ഒരു കാര്യം, നമുക്ക് ഈ വയലാർ ട്രസ്റ്റിന്റെ പോർട്രേറ്റുകൾ ഞാൻ കുറെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കളറിൽ അടിക്കുകയാണെങ്കിൽ സത്യം ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുക അതെവിടെയെങ്കിലും രേഖപ്പെടുത്തണം. അപ്പൊ ഇതുവരെ അങ്ങനെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യണമെന്നൊക്കെ തോന്നിയിരുന്നപ്പോഴത്തേക്കാണ് ബെന്നി എന്നോട് ഇങ്ങനെ ഒരു ഇതാണ് പറഞ്ഞത്. ബെന്നിയോട് പറഞ്ഞോണ്ട് ബെന്നി പറഞ്ഞു, അതിനെന്താ നമുക്ക് കളറിൽ തന്നെ അടിക്കാം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് പ്രിന്റ് ചെയ്ത് കിട്ടിയതിൽ ഭയങ്കര തൃപ്തി. അത് ഞാൻ ഭയങ്കര എനിക്ക് എന്താ പറയുന്ന ആ പോർട്രേറ്റ് അത്ര രീതിയിൽ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ള ഒരു പബ്ലിക്കേഷൻ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തരിക ഒരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ബെന്നി പറഞ്ഞത്, നമുക്ക് ഈ ടീച്ചറുടെ പടം ഉണ്ടല്ലോ, നമുക്കൊരു പടം കൂടി കൊടുത്താൽ എന്താണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്ക് ക്യാൻവാസിൽ അത് പ്രിന്റ് ചെയ്ത് മനോഹരമാക്കി എടുത്ത് റെഡിയാക്കി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഭയങ്കര പബ്ലിസിറ്റിയും ഭയങ്കര ഇതുമൊക്കെ ഉണ്ട്. എന്ന് മാത്രമല്ല ടീച്ചർക്ക് തന്നെ അത് ഭയങ്കര, ആ ടീച്ചർ അത് കാണുമ്പോഴത്തേക്ക് ടീച്ചർക്ക് തന്നെ ഇത്രയും പ്രായമായില്ല, കുറച്ചുകൂടി ചെറുപ്പത്തിലുള്ളതല്ലേ, അപ്പൊ ടീച്ചർക്ക് തന്നെ അത് ഭയങ്കര ഒരു സന്തോഷം തരുന്നതായിട്ട് നമ്മളെ ചാനലിലൂടെ കാണാൻ കഴിയും എത്രമാത്രം അവർ സന്തോഷിച്ചു എന്നുള്ളതും. അതായത് രാഹുൽ ഗാന്ധി കൊടുക്കുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു സന്ദർഭമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ വളരെ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് അതൊക്കെ. സാറിന്റെ പുസ്തക രചനയുടെ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഈ വരയും എഴുത്തും ഒരേപോലെ കൊണ്ടുപോകാൻ സാധാരണഗതിയിൽ ആൾക്ക് കഴിയില്ല. കാര്യം ഇതിന് രണ്ടിനും അതിൻ്റെതായ ഒരു സമയം ആവശ്യമാണ്.
എഴുതുന്നതിന് സമയമുണ്ട്, വരയ്ക്കുന്നതിന് സമയമുണ്ട്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കുറേ പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, വലിയ പുസ്തകങ്ങൾ. അപ്പോൾ ആ എഴുത്ത് വഴിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. നമ്മളുടെ ഒരു ബന്ധു തന്നെ അയാൾ ഒരു മാഗസിൻ ഇറക്കുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ ചെറിയ കുറിപ്പുകൾ, നമ്മൾ ഇത്രയും കാലത്ത് ഇങ്ങനെ കടന്നുപോയ വ്യക്തികൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറിപ്പ് തന്നാൽ ഓരോ ആഴ്ചയിൽ നമ്മൾ ഓരോന്നായിട്ട് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കുറിപ്പുകൾ തുടങ്ങുന്നത്. അവ എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ സത്യത്തിൽ അത് വളരെ ലളിതമായ ഭാഷയിൽ എനിക്ക് എഴുതാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ തോന്നിയ സത്യത്തിൽ. പിന്നെ ഇതൊക്കെ ചെയ്തപ്പോഴാണ് ഭാഷ എനിക്കത്, അല്ലെങ്കിൽ ഇപ്പം ഇതാരെങ്കിലും പബ്ലിഷ് ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു പുസ്തകമായിട്ട്. അപ്പം ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അതിൻ്റെ ഹരീന്ദ്രനാഥ് എൻ്റെ എഡിറ്ററോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇതൊരു പുസ്തക രൂപം ഇറക്കാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയുമോ എന്ന് പറഞ്ഞ് ഞാൻ ഇതിൻ്റെ ഈ DTP എടുത്ത് അതെല്ലാം കൂടി കൊടുത്തു. അപ്പോൾ ഹരി വായിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഭയങ്കരമായിട്ട് 1ാം ക്ലാസ് ഇറക്കാം എന്ന് മാത്രമല്ല സാധാരണ പുസ്തക ശൈലി ഇറക്കാൻ ശരിയാകത്തില്ല, അതിന് കുറച്ചുകൂടെ വലിയ സൈസിൽ ചെയ്യണം, ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ ഡയറക്ടറായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ആ ഡയറക്ടറായിട്ട് പറഞ്ഞതിന് ശേഷം അത് അങ്ങനെയാണ് ആ പുസ്തകം. അതിലേറ്റവും വലിയ സന്തോഷം തോന്നിയാൽ ഞാൻ അതിൽ ഒരുപാട് പേർക്ക് ഞാൻ ആ പുസ്തകം വാങ്ങിച്ച് അയച്ചു കൊടുത്തു. നമ്മളെ സക്രിയയ്ക്കും അയച്ചു കൊടുത്തു. അപ്പം സക്രിയയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു ദിവസം രാവിലെ സക്രിയനെ വിളിക്കുകയാണ് 6:30 മണിക്ക്. വിളിച്ചിട്ട് പറഞ്ഞു, ആശാനെ ഇന്നലെ വൈകുന്നേരം എനിക്ക് ആ പുസ്തകം കിട്ടി, ഞാൻ രാത്രി മുഴുക്കെ ഇരുന്ന് കംപ്ലീറ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു. നിങ്ങളുടെ ചിത്രങ്ങൾ വേറെ, നിങ്ങളുടെ ചിത്രങ്ങളുടെ ആ ഒരു വല്ലാത്ത നിരൂപത വല്ലാത്തൊരു അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ലളിതമായിട്ട്, നിങ്ങൾക്ക് അത് എല്ലാവർക്കും കഴിയത്തില്ല ഇത്ര ലളിതമായിട്ട് ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് രാവിലെ ഞാൻ വിളിക്കുന്നത് നല്ലൊരു പുസ്തകം എന്ന് പറഞ്ഞു. അത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ആ പുസ്തകത്തിൽ വരുന്നുണ്ട്. ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണൻ എല്ലാം കൂടി ഇതിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തത് ഉണ്ട് മുകളിൽ അടൂർ ഗോപാലകൃഷ്ണനാണ്. അങ്ങനെ ഇത് കിട്ടിയവരും കണ്ടവരും വായിച്ചവരും എല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരുപാട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അത് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ ബുക്ക്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് പ്രിയദർശിനി ഇതിൻ്റെ ഇത് വന്നതും. നമ്മൾ ഈ വയലാർ വയലാർ ഈ പുസ്തകം നമ്മൾ ഈ 32 ചിത്രങ്ങൾ വരയ്ക്കാൻ ഇടയായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സന്ദർഭങ്ങളും അതിൻ്റെ രീതികളും അവരെന്നെ നിർബന്ധിച്ചതും അതെല്ലാം കൂടി ചേർത്തിട്ടും എൻ്റെ കുറേ തുടക്ക കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് നല്ലൊരു പ്രൊഡക്ഷൻ, സത്യത്തിൽ വലിയ ടൈപ്പ് നല്ല പ്രൊഡക്ഷൻ, നല്ല മനോഹരമായ ലേഔട്ട് ഒക്കെ ഉണ്ട്, 1ാം ക്ലാസ്. ഇപ്പം ആരുടെ കൈ കിട്ടിയാലും തുറന്ന് നോക്കും. കാലഘട്ടങ്ങളെ എങ്ങനെ വേർതിരിച്ചിട്ടുള്ള ചിത്രങ്ങൾ, അതിൽ നിന്ന് എഴുത്തിലേക്ക് കുറിപ്പിലേക്കൊക്കെ വന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചു. ഇത് പ്രേക്ഷകർക്ക് അങ്ങേ കൂടുതൽ അടുത്തറിയുന്നതിനും നിങ്ങളുടെ ചിത്രകലയെ കൂടുതൽ ജനകീയമാക്കുന്നതിനൊക്കെ ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ അതിഥിക്കൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നതിനും ഈ വിവരങ്ങൾ സംസാരിച്ചതിനും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്.